ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ പ്രിയ മക്കളെ, നമ്മെ നന്നായി അറിയുന്ന അപ്പച്ചൻ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ സഹായിക്കും. രാവിലെ കാലം കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാം. അപ്പ, എന്നോട് മനസ്സലിയണമേ, എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കണമേ, എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അപ്പൻ നടത്തി തരണമേ. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അപ്പച്ചനിലാണല്ലോ ആശ്രയിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പ, ഞങ്ങളോട് മനസ്സലിയണേ എന്ന് പറഞ്ഞ് കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന വ്യക്തിയെ അപ്പൻ ഒരു നാളും കൈവിടുകയില്ല. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമുക്ക് നയിനിൽ ഒരു വിധവയെ കാണാൻ കഴിയുന്നുണ്ട്. പ്രിയ മക്കളെ, നയിൻ പറഞ്ഞ സ്ഥലത്ത് അനേക വിധവന്മാരുണ്ടായിരുന്നിരിക്കാം. ഹല്ലേലൂയ. പക്ഷെ ഈ വിധവയായിരിക്കുന്ന ഹല്ലേലൂയ മകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവളുടെ ഭർത്താവ് മരിച്ചുപോയി. പക്ഷേ അവളുടെ ഏക മകനും കൂടെ ഹല്ലേലൂയ ഇപ്പോൾ മരിച്ച അവസ്ഥ. പ്രിയ ദൈവമക്കളെ, നമ്മെ നന്നായി അറിയുന്ന അപ്പൻ നമ്മുടെ അടുക്കളയിലേക്ക് കടന്നു വരിക. ഹല്ലേലൂയ. മനുഷ്യർക്ക് എല്ലാവർക്കും നമ്മളുടെ അവസ്ഥകൾ അറിയത്തില്ല. പക്ഷേ നമ്മുടെ അപ്പച്ചന് മാത്രമേ നമ്മെ നന്നായിട്ട് അറിയുവാൻ സാധിക്കുള്ളൂ. ഹല്ലേലൂയ. ആ നൈനിലെ വിധവ ഹല്ലേലൂയ നമുക്ക് 7-ാം അധ്യായം 11 മുതൽ കാണുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. യേശു അപ്പച്ചൻ ഹല്ലേലൂയ ആ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരും കൂടെ അവനോടൊപ്പം പോയി. ഹല്ലേലൂയ. പട്ടണത്തിന്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, മരിച്ചുപോയ ഒരുവനെയാ പുറത്തു കൊണ്ടുവരുന്നത്. ഏതു മരിച്ച അവസ്ഥയാണെങ്കിലും ഇനി ഒന്നും എന്നെ കൊണ്ട് സാധ്യമാകില്ല എന്ന് പറയുന്ന ആ വിഷയത്തിന്മേൽ കർത്താപ്പച്ചൻ കടന്നു വരും. ഹല്ലേലൂയ. ആ വിഷയത്തെ അപ്പച്ചൻ കണ്ടുണർത്തും. പ്രിയ മക്കളെ, നോക്കൂ, മരിച്ചുപോയ ഒരുത്തിനെ പുറത്തു കൊണ്ടുവന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. നോക്കൂ പ്രിയ ദൈവമക്കളെ, നമ്മളെ കൊണ്ട് സാധിക്കാത്ത, ഒരിക്കലും കഴിയത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന അവസ്ഥയിൽ അപ്പൻ അടുത്തു വരും. ഹല്ലേലൂയ. നമ്മെ നന്നായി അറിയുന്ന അപ്പച്ചന്റെ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുകയാണോ, തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്തു തരും. ഹല്ലേലൂയ. നോക്കൂ, പട്ടണത്തിലെ വലിയ പുരുഷാരം ആ ഹല്ലേലൂയ മരിച്ചുപോയ ഹല്ലേലൂയ ആ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ യേശുപ്പൻ അത് കണ്ട്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ അപ്പച്ചൻ നമ്മളെ കാണുമ്പോൾ നമ്മുടെ വിഷയത്തിന് മറുപടിയാ. ഹല്ലേലൂയ. മനുഷ്യര് ഹല്ലേലൂയ അനേക പുരുഷാരമാ അവളോടൊപ്പം പോയത്. ഹല്ലേലൂയ. പലതും പറഞ്ഞവളെ സ്വാന്തനപ്പെടുത്തി കാണും. അല്ലെങ്കിൽ ഇനി കരയണ്ട, ഇനി എന്തിനാണ് ഹല്ലേലൂയ കരഞ്ഞ് നീ മനസ്സ് വിഷമിച്ച് ഇനി നീയും കൂടെ ഇങ്ങനെ വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നേക്കെ പലതും പറഞ്ഞ് അവളെ സ്വാന്തനപ്പെടുത്താം. പക്ഷേ നമ്മുടെ അപ്പച്ചൻ നമ്മുടെ അടുക്കളയ്ക്ക് വരുമ്പോൾ പറയുന്ന എന്താ? മനസ്സലിയുന്ന അപ്പച്ചൻ കരയണ്ട. ഹല്ലേലൂയ. അപ്പൻ നമ്മളോട് പറഞ്ഞാൽ പിന്നീട് കരയേണ്ട ആവശ്യം ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. കർത്താപ്പച്ചൻ മനസ്സലിഞ്ഞ് അവളോട് പറയുകയാണ്, കരയണ്ട. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്തു? ഹല്ലേലൂയ. മഞ്ചം ചുമന്നുകൊണ്ട് പോകുന്നവരുടെ അടുക്കളയ്ക്ക് ചെന്നപ്പോൾ മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ഇതുവരെയും കാണാത്തൊരു അത്ഭുതമാ ഈ മഞ്ചം കൊണ്ടുപോകുന്നവരും കാണുന്നത്. അവരുടെ വിചാരം എന്താ? ഇതിനെ കൊണ്ടു ചെന്ന് ഹല്ലേലൂയ ശ്മശാനത്തിൽ ഹല്ലേലൂയ അല്ലെങ്കിൽ അടക്കുന്നിടത്ത് കൊണ്ടു ചെന്നിട്ട് ഹല്ലേലൂയ അടക്കിയിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമെന്നുള്ള ഹല്ലേലൂയ ഉറപ്പോടെ അവർ കൊണ്ടുപോകുക. പക്ഷെ ഇവിടെ എന്താ? യേശുപ്പൻ വന്നപ്പോൾ അവരോട് നിൽക്കുവാൻ പറഞ്ഞ് മഞ്ചം തൊട്ടപ്പോൾ അവർ നിൽക്കുവാൻ ഇടയായിത്തീർന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മുടെ വിഷയത്തിന് അപ്പനൊന്ന് തൊട്ടാൽ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് ഹല്ലേലൂയ അത് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന കർത്താപ്പച്ചൻ ഹല്ലേലൂയ തൊടേണ്ടവർ തൊട്ടപ്പോൾ ഹല്ലേലൂയ മഞ്ചം ചുമക്കുന്നവർ നിൽക്കുവാൻ ഇടയായിത്തീർന്നു. അതായത് പിന്നീട് അവർക്ക് ചുമക്കേണ്ടതായിട്ടുള്ള ആവശ്യം വന്നില്ല എന്ന് നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യേശുപ്പൻ പറഞ്ഞു, ബാലിക്കാരാ എഴുന്നേൽക്ക. ഹല്ലേലൂയ. നോക്കൂ, യേശുപ്പച്ചന്റെ വാക്ക് ഹല്ലേലൂയ. ബാലിക്കാരാ എഴുന്നേൽക്കും. ഒരിക്കലും ഹല്ലേലൂയ സാധ്യമല്ല
ഹല്ലേലൂയ മരിച്ചു കൊണ്ടുപോയ ഹല്ലേലൂയ ആ ഒരു കുഞ്ഞിനെ കൊണ്ടുപോകുക. യേശുപ്പൻ പറയുകയാണ് ഹല്ലേലൂയ ബാല്യക്കാരാ എഴുന്നേൽക്ക. പ്രിയ മക്കളെ, ഇന്ന് നമ്മുടെ വിഷയത്തിൽ ഇതുപോലെ അപ്പച്ചൻ ദൈവം മറുപടി നൽകി തരും, അത്ഭുത മറുപടി നൽകി തരും. ഹല്ലേലൂയ. നോക്കൂ, എന്നിട്ട് നമുക്ക് കാണാൻ കഴിയും മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. അത്ഭുതം. ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തിന് മറുപടി ഇതുപോലെയാ കിട്ടുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞിന്റെ വിഷയം, നമ്മുടെ ഭവനത്തിലെ വിഷയം, നമ്മുടെ അയൽക്കാർ നമ്മളോട് പറഞ്ഞ് പലപ്പോഴും പഴിച്ചിട്ടില്ലേ നിന്റെ കാര്യം എന്താവും എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അപ്പച്ചൻ ഒരു നിമിഷം മതി. ഹല്ലേലൂയ. നമ്മളെ ഹല്ലേലൂയ നിന്ദിക്കുന്നവരുടെ മുന്നിൽ മാനിക്കുന്ന അപ്പച്ചനെ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന, ജീവനുള്ള ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന, നമ്മെ കൈവിടാത്ത അപ്പച്ചൻ, നമ്മളെ ലജ്ജിപ്പിക്കാത്ത അപ്പച്ചൻ നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, കൽപ്പിക്കേണ്ടവൻ കൽപ്പിക്കുമ്പോൾ ഹല്ലേലൂയ മരിച്ച വിഷയത്തിൽ ജീവൻ പ്രാപിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. കരഞ്ഞു വന്ന ജനങ്ങൾ പിന്നെന്താ ആർപ്പോടും നൃത്തത്തോടും കൂടെ ആയിരിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, വീട്ടിലേക്ക് പോയത് ഹല്ലേലൂയ ഇതുപോലെ ഹല്ലേലൂയ ആർത്തുഘോഷിക്കുന്ന ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ വിഷയങ്ങൾ അപ്പനോട് പറയാം. മനുഷ്യരുടെ മുന്നിൽ പറഞ്ഞാല് അവരെന്താണ് ഹല്ലേലൂയ കൈവിട്ടിട്ട് പോകും. ഹല്ലേലൂയ അവരെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് പറയും, നമ്മളെ പിന്നെയും ക്ഷീണിപ്പിക്കും. പക്ഷേ പറയേണ്ട ഹല്ലേലൂയ സ്ഥാനത്ത് പറയേണ്ടതുപോലെ പറഞ്ഞാൽ അവിടുന്ന് മറുപടിയാ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ബാലിക്കാരൻ എഴുന്നേറ്റ് നിന്നതുപോലെ നമ്മുടെ വിഷയത്തിന് അത്ഭുത മറുപടി കാണുവാൻ നമുക്കിടയായിത്തീരും. ഹല്ലേലൂയ. മഹത്വം. ഹല്ലേലൂയ. ദൈവ മഹത്വം നമ്മുടെ ഹല്ലേലൂയ ഭവനത്തിൽ തന്നെ നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നമ്മെ വേദനിപ്പിക്കുന്ന വിഷയത്തിൽ മറുപടി ലഭിപ്പാൻ ഇടയായിത്തീരും. നമ്മളൊന്ന് വിശ്വസിപ്പാൻ ഹല്ലേലൂയ ദൈവസന്നിധി ഒന്ന് സമർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ പ്രിയ മക്കളെ? എങ്കിൽ ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവം ഇന്നും നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. നിങ്ങളുടെ ഭാരമേറിയ വിഷയം അപ്പന്റെ കരത്തിലേക്ക് ഒന്ന് സമർപ്പിക്കുക. നിന്റെ ഭാരം എങ്കിൽ സമർപ്പിക്കുക, നമ്മുടെ അപ്പനിലേക്കൊന്ന് സമർപ്പിക്കുക. ഹല്ലേലൂയ. നമ്മെ കാണുന്ന, നമ്മെ അറിയുന്ന, നമ്മുടെ ഓരോ വിഷയത്തിന്മേലും മറുപടി തരുന്ന അപ്പന്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ മക്കളെ, മനസ്സലിയുന്ന നല്ലൊരു പിതാവാ. ഹല്ലേലൂയ നമ്മോട് കൂടെ ഉള്ളത്. ഹല്ലേലൂയ. ഏതു നേരത്തും അടുത്തു വരുവാൻ പറ്റുന്ന അപ്പന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയ മക്കളെ, ഹല്ലേലൂയ ആടി ഉലഞ്ഞ് ഹല്ലേലൂയ പടകുകൾ തകരുമെന്ന് ഹല്ലേലൂയ തോന്നുമ്പോൾ ഹല്ലേലൂയ അവിടേക്ക് കടന്നു വരും. ഹല്ലേലൂയ ഏത് യാമത്തിലും കടന്നു വരുവാൻ, ഏത് അവസ്ഥയിലും നമ്മെ സഹായിപ്പാൻ നല്ല കരം അപ്പന്റെ മാത്രമാ. പ്രിയ മക്കളെ, കരങ്ങളിലേക്ക് സമർപ്പിക്കുക, അപ്പനിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കുക. ഹല്ലേലൂയ. യേശു അപ്പൻ പറയാ, കർത്താവ് അവളോട് പറഞ്ഞു, മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. ഇന്ന് നമുക്ക് വിശ്വാസത്തോട് മുന്നേറാം. കർത്താവ് എൻ്റെ ഈ വിഷയത്തിന്മേൽ ദൈവമേ അത്ഭുത മറുപടി തന്നെ എന്നെ സഹായിക്കണമേ, എൻ്റെ വിഷയം ഇതാണെന്ന് പറഞ്ഞ് അപ്പന്റെ സനി ഒന്ന് സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ അത്ഭുത മറുപടി കിട്ടും. കർത്താവേ ഹല്ലേലൂയ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ വിഷയത്തിന്മേൽ കർത്താവിന്റെ അത്ഭുത മറുപടി കാണുവാൻ, അവരുടെ വിഷയത്തിന്മേൽ ഹല്ലേലൂയ ഒന്ന് വിശ്വാസം ഉറച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ മറുപടി കണ്ട് ഹല്ലേലൂയ അടുത്ത ദിവസങ്ങളിൽ അപ്പനെ സാക്ഷീകരിക്കുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവ് ഓരോരുത്തരോട് മനസ്സലിയുന്ന അപ്പന, ക്ഷീണിച്ചിരിക്കുന്നവരെ ഹല്ലേലൂയ ബലം പകർന്നു കൊടുത്ത് എഴുന്നേൽപ്പിക്കുന്ന അപ്പന്റെ കരത്തിൽ ഓരോ മക്കളെ സമർപ്പിക്കുന്നു. അപ്പച്ചൻ ഓരോ മക്കൾക്ക് ഉത്തരം നൽകി കൊടുക്കണം. ദൈവം സഹായിക്കണമേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പച്ചൻ അത്ഭുത മറുപടി കൊടുത്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു മുംബൈ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമുക്ക് വിശ്വാസത്തോടെ മുന്നേറാം. അപ്പൻ ഇന്നും ജീവിക്കുന്നു. നമ്മുടെ വിഷയത്തിന് മറുപടി തരും. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പാൻ ഇടയായി തീരട്ടെ. ആമേൻ. സ്തോത്രം, സ്തോത്രം.